ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആഫ്റ്റർ ക്ലാസ്സസ് ഇൻഫോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോളജിയിലെ ലൈഫ് മിസ്റ്റീരിയസ് ഇൻ ദി ലിറ്റിൽ ചാമ്പേഴ്സ്, അതായത് കുഞ്ഞറക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ എന്ന ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ആൻസർ മെത്തേഡ്, ഫില്ലിംഗ് ബ്ലാങ്ക്സ്, ട്രൂ ഓർ ഫാൾസ് എന്ന രീതിയിലൂടെയാണ്. ഈ ഒരു ടോപ്പിക്കിൽ മൈക്രോസ്കോപ്പിനെ കുറിച്ചും അവയുടെ ഭാഗങ്ങളെക്കുറിച്ചും ഭാഗങ്ങളുടെ ഫീച്ചേഴ്സും കോശങ്ങളുടെ കണ്ടുപിടുത്തവും കോശാംഗങ്ങളെക്കുറിച്ചും വിവരണങ്ങളാണ് ഈ ടോപ്പിക്കിൽ ഉള്ളത്. മൈക്രോസ്കോപ്പ് പലതരത്തിലുണ്ട്. സിമ്പിൾ മൈക്രോസ്കോപ്പ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, ഇലക്ട്രിക് മൈക്രോസ്കോപ്പ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത് 16-ാം നൂറ്റാണ്ടിൽ ഹാൻസ് എന്ന അച്ഛനും സക്കറിയാസ് ജാൻസൺ എന്ന മകനും കൂടിയാണ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുസ്കയാണ്. സെല്ലുകളെ നമുക്ക് രണ്ട് തരത്തിൽ ക്ലാസിഫൈഡ് ചെയ്യാം. ഒരു തരത്തിൽ ക്ലാസിഫൈഡ് ചെയ്യുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, പ്ലാന്റ് സെല്ല്, ആനിമൽ സെല്ല് എന്ന രീതിയിൽ. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് പ്രോകാരിയോട്സ്, യൂകാരിയോട്സ്, അതായത് സെല്ലുകളിൽ ന്യൂക്ലിയസ് ഉള്ള സെല്ലുകളും ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ലുകളും. ഇവിടെ കൊടുത്തിരിക്കുന്നത് ആനിമൽ സെല്ലിൻ്റെ പിക്ചറാണ്. പ്ലാന്റ് സെല്ല് ആനിമൽ സെല്ലും തമ്മിലുള്ള വ്യത്യാസം: ആനിമൽ സെല്ലിന് സെൽ വാൾ ഇല്ല, അതുപോലെ തന്നെ ക്ലോറോപ്ലാസ്റ്റും ഇല്ല. ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉപയോഗം പ്ലാന്റ് സെല്ലിന് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഭക്ഷണം നിർമ്മിക്കുക എന്നുള്ളതാണ്. ക്ലോറോപ്ലാസ്റ്റ് ജന്തുകോശത്തിന് ആവശ്യമില്ല. ആനിമൽ സെല്ലിൽ ലൈസോസോമും സെൻട്രോസോമും ഉണ്ട്, എന്നാൽ പ്ലാന്റ് സെല്ലിൽ ഇല്ല. ഈ 4 ഡിഫറൻസ് ആണ് പ്ലാന്റ് സെല്ലിനെയും ആനിമൽ സെല്ലിനെയും വ്യത്യസ്തമാക്കുന്നത്. ഇനി നമ്മൾക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ ബേസിക് ഫങ്ഷണൽ ആൻഡ് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ലൈഫ്? ജീവന്റെ അടിസ്ഥാനപരവും പ്രവർത്തനപരവും ഘടനാപരവുമായ അടിസ്ഥാന ഘടകം ഏത്? ആൻസർ: സെല്ല്. സെല്ലാണ് ജീവന്റെ അടിസ്ഥാനപരവും പ്രവർത്തനപരവും ഘടനാപരവുമായ അടിസ്ഥാന ഘടകം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: വിച്ച് സെൽ ഡസ് നോട്ട് ഹാവ് ന്യൂക്ലിയസ്? ഏത് തരം സെല്ലുകൾക്കാണ് മർമ്മമില്ലാത്തത്? ആൻസർ: റെഡ് ബ്ലഡ് സെൽ. റെഡ് ബ്ലഡ് സെല്ലിനാണ് മർമ്മമില്ലാത്തത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ഓർഗാനിസം വിച്ച് ക്യാൻ ബി സീ ഓൺലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈക്രോസ്കോപ്പ്? ഏത് തരം ജീവികളെയാണ് മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടെ മാത്രം കാണാൻ കഴിയുക? ആൻസർ: മൈക്രോ ഓർഗാനിസം, അതായത് സൂക്ഷ്മജീവികൾ. നാലാമത്തെ ക്വസ്റ്റ്യൻ: വാട്ട് ആർ ദ ഓർഗാനിസംസ് വിച്ച് ആർ കമ്പോസ്ഡ് ഓഫ് മെനി സെൽസ് പാക്ക്ഡ് ടുഗദർ കോൾഡ്? ഒരുപാട് കോശങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്ന ജീവികളെ എന്താണ് പറയുന്നത്? ആൻസർ: മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി പവർ ഹൗസ് ഓഫ് ദി സെൽ? കോശത്തിലെ ഊർജ നിലയം ഏതാണ്? ആൻസർ: മൈറ്റോകോൺട്രിയ. ആറാമത്തെ ക്വസ്റ്റ്യൻ: നെയിം 1 എക്സാമ്പിൾ ഓഫ് പ്രോകാരിയോട്ട് സെൽ. പ്രോകാരിയോട്ട് സെല്ലിന് ഒരു ഉദാഹരണം. ആൻസർ: ബ്ലൂ ഗ്രീൻ ആൽഗ. അതുപോലെ തന്നെ ബാക്ടീരിയ, ആർക്കിയ തുടങ്ങിയവയെല്ലാം പ്രോകാരിയോട്ട് സെല്ലിന് ഉദാഹരണങ്ങളാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ: അമീബ ആൻഡ് പാരമീസിയം ബിലോങ് ടു വിച്ച് കാറ്റഗറി ഓഫ് ഓർഗാനിസംസ്? അമീബയും പാരമീസിയവും ഉൾപ്പെടുന്ന വിഭാഗം ഏത്? ആൻസർ: യൂണിസെല്ലുലാർ. അമീബയും പാരമീസിയവും യൂണിസെല്ലുലാറിലാണ് ഉൾപ്പെടുക. എട്ടാമത്തെ ക്വസ്റ്റ്യൻ: വിച്ച് ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ്ഡ് ടു ഒബ്സർവ് സെൽസ്? ഏത് ഉപകരണമാണ് കോശങ്ങളെ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്നത്? ആൻസർ: മൈക്രോസ്കോപ്പ്.
ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ വൈ വി ഡു നോട്ട് സെൻസ് എനി പെയിൻ വെൻ വി കട്ട് നെയിൽസ് ആൻഡ് എയർ. എന്തുകൊണ്ടാണ് മുടിയും നഖവും മുറിക്കുമ്പോൾ നമ്മൾക്ക് വേദന അനുഭവപ്പെടാത്തത്? ആൻസർ നെയിൽസ് ആൻഡ് എയർ ആർ മേഡ് അപ്പ് ഓഫ് ഡെഡ് സെൽ. മുടിയും നഖവും നിർമ്മിച്ചിരിക്കുന്നത് മൃതകോശങ്ങൾ കൊണ്ടാണ്. പത്താമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ നെയിം ഓഫ് ലിവിങ് സബ്സ്റ്റൻസസ് പ്രസൻറ്റ് ഇൻ സെൽ. കോശത്തിനുള്ളിലെ ജീവനുള്ള ഭാഗത്തെ എന്താണ് പറയുക? ആൻസർ പ്രോട്ടോപ്ലാസം. 11ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ അതർ നെയിം ഓഫ് സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ്റെ മറ്റൊരു പേരെന്ത്? ആൻസർ പ്ലാസ്മ മെംബ്രെയിൻ. 12ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ നെയിം ഓഫ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ പ്രസൻറ്റ് ഇൻ ന്യൂക്ലിയോപ്ലാസം. ന്യൂക്ലിയോപ്ലാസത്തിന് നൂല് പോലെ കാണപ്പെടുന്ന വസ്തുക്കളെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ക്രോമാറ്റിൻ. 13ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ നെയിം ഓഫ് സെൽ വിച്ച് ഹാസ് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ്. ഏത് തരം കോശങ്ങൾക്കാണ് നല്ലൊരു മർമ്മമുള്ളത്? ആൻസർ യൂകാരിയോട്ട് സെൽ. 14ാമത്തെ ക്വസ്റ്റ്യൻ നെയിം ദ 2 ടൈപ്പ് ഓഫ് സെൽ. 2 തരം കോശങ്ങളുടെ പേര് എന്താണ്? ആൻസർ പ്രോകാരിയോട്ട് സെൽസ് ആൻഡ് യൂകാരിയോട്ട് സെൽസ്. 15ാമത്തെ ക്വസ്റ്റ്യൻ നെയിം ദ ഫോളോയിങ്. ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ 3 ഹിൻസുകൾ കൊടുത്തിട്ടുണ്ട്. ആ ഹിൻസുകൾ അവയുടെ നെയിം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തത് കൺട്രോൾ ദ ഫങ്ഷൻ ഓഫ് എ സെൽ. രണ്ടാമത്തത് സെലക്റ്റീവ്ലി അലോസ് തിങ് ടു ഗെറ്റ് ഇൻ എ ഔട്ട് ഓഫ് ദി സെൽ. മൂന്നാമത്തത് ട്രാൻസ്ഫർ ക്യാരക്ടേഴ്സ് ഫ്രം പാരന്റ് ടു ഓഫ് സ്പ്രിങ്സ്. ആൻസർ ഒന്നാമത്തത് ന്യൂക്ലിയസ്, രണ്ടാമത്തത് സെൽ മെംബ്രെയിൻ, മൂന്നാമത്തത് ജീനസ്. 16ാമത്തെ ക്വസ്റ്റ്യൻ ന്യൂക്ലിയസ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം സൈറ്റോപ്ലാസം ബൈ. ന്യൂക്ലിയസിനെ സൈറ്റോപ്ലാസത്തിൽ നിന്ന് വേർതിരിക്കുന്നത് എന്താണ്? ഓപ്ഷൻസ് എ ന്യൂക്ലിയർ മെംബ്രെയിൻ, ബി ന്യൂക്ലിയോപ്ലാസം, സി ഓർഗൻസ്, ഡി സെൽ മെംബ്രെയിൻ. ആൻസർ ന്യൂക്ലിയർ മെംബ്രെയിൻ. 17ാമത്തെ ക്വസ്റ്റ്യൻ ദ ലിക്വിഡ് മെറ്റീരിയൽ ഇൻ ദി ന്യൂക്ലിയസ് ഈസ്. മർമ്മത്തിനുള്ളിലെ ദ്രാവക പദാർത്ഥം. ഓപ്ഷൻസ് എ ക്രോമസോംസ്, ബി ബാക്ടീരിയ, സി ന്യൂക്ലിയോപ്ലാസം, ഡി ന്യൂക്ലിയോലസ്. ആൻസർ ഓപ്ഷൻ സി ന്യൂക്ലിയോപ്ലാസം. 18ാമത്തെ ക്വസ്റ്റ്യൻ ടിഷ്യൂസ് കമ്പൈൻ ടു ഫോം. കലകൾ കൂടിച്ചേർന്ന് എന്താണ് ഉണ്ടാകുന്നത്? ഓപ്ഷൻസ് എ ന്യൂക്ലിയസ്, ബി സെൽസ്, സി ഓർഗാനിസം, ഡി ഓർഗൻസ്. ആൻസർ ഓപ്ഷൻ ഡി ഓർഗൻ. ക്വസ്റ്റ്യൻ സെൽസ് പ്രസന്റ് ഇൻ ലിവിംഗ് ഓർഗാനിസം ഡിഫർ ഇൻ. വിവിധ തരം ജീവികളിലെ കോശങ്ങൾക്കുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം? ഓപ്ഷൻസ് എ നമ്പേഴ്സ്, ബി ഷേപ്പ്, സി സൈസ്, ഡി ഓൾ ഓഫ് ദിസ്. ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. 20ാമത്തെ ക്വസ്റ്റ്യൻ സെൽസ് വിച്ച് ലാക്ക് ന്യൂക്ലിയർ മെംബ്രെയിൻ ആർ. മർമ്മസ്തരം ഇല്ലാത്ത കോശങ്ങൾ ഏത്? ഓപ്ഷൻസ് എ യൂകാരിയോട്ട് സെൽസ്, ബി പ്രോകാരിയോട്ട് സെൽസ്, സി സിംഗിൾ സെൽസ്, ഡി മൾട്ടി സെൽസ്. ആൻസർ ഓപ്ഷൻ ബി പ്രോകാരിയോട്ട് സെൽസ്. 21ാമത്തെ ക്വസ്റ്റ്യൻ ദ കൺട്രോൾ സെൻറ്റർ ഓഫ് ഓൾ ദി ആക്ടിവിറ്റീസ് ഓഫ് എ സെൽ ഈസ്. കോശങ്ങൾക്കുള്ളിലെ എല്ലാ പ്രവർത്തനങ്ങളുടെയും നിയന്ത്രിക്കുന്ന കേന്ദ്രം എവിടെയാണ്? ഓപ്ഷൻസ് എ ന്യൂക്ലിയസ്, ബി ന്യൂക്ലിയോപ്ലാസം, സി സൈറ്റോപ്ലാസം, ഡി ഓർഗണൽസ്. ആൻസർ ഓപ്ഷൻ എ ന്യൂക്ലിയസ്. 22ാമത്തെ ക്വസ്റ്റ്യൻ ദ കളേർഡ് ഓർഗനൽസ് വിച്ച് ആർ ഫൗണ്ട് ഇൻ പ്ലാന്റ്സ് ഓൺലി ആർ. സസ്യങ്ങളിൽ മാത്രം കാണുന്ന നിറമുള്ള കോശാംഗങ്ങൾ ഏതാണ്? ഓപ്ഷൻസ് എ ക്ലോറോഫിൽ, ബി പ്ലാസ്റ്റിഡ്സ്, സി വാക്യൂൾസ്, ഡി വൈറ്റ് ബ്ലഡ് സെൽസ്. ആൻസർ ഓപ്ഷൻ ബി പ്ലാസ്റ്റിഡ്സ്. 23ാമത്തെ ക്വസ്റ്റ്യൻ ഹു ഈസ് ഫൗണ്ട് ആനിമൽ സെൽ. ആരാണ് ജന്തുകോശത്തെ കണ്ടുപിടിച്ചത്? ആൻസർ തിയഡോർ ഷാൻ. 24ാമത്തെ ക്വസ്റ്റ്യൻ എ ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് കമ്പൈൻ ടു ഫോം. ഒരുപോലുള്ള ഒരു കൂട്ടം കോശങ്ങൾ കൂടി ചേർന്നാൽ എന്താണ് ഉണ്ടാവുക? ഓപ്ഷൻസ് എ ടിഷ്യൂ, ബി ഓർഗൻ, സി ഓർഗാനിസം, ഡി ഓർഗണൽസ്. ആൻസർ ഓപ്ഷൻ എ ടിഷ്യൂ. 25ാമത്തെ ക്വസ്റ്റ്യൻ ദ ഓർഗാനിസം കണ്ടെയ്നിങ് ഓൺലി എ സിംഗിൾ സെൽ ഈസ് കോൾഡ്. ഒറ്റ കോശം മാത്രമുള്ള ജീവികളെ എന്താണ് പറയുന്നത്? ഓപ്ഷൻസ് എ യൂണിസെല്ലുലാർ ഓർഗാനിസം, ബി മൾട്ടി സെല്ലുലാർ ഓർഗാനിസം, സി ഓർഗണലെ, ഡി ഓൾ ഓഫ് ദിസ്.
ആൻസർ ഓപ്ഷൻ എ യൂണിസെല്ലുലാർ ഓർഗാനിസം. 26ാമത്തെ ക്വസ്റ്റ്യൻ, സെൽ വാൾ ഈസ് ഫൗണ്ട് ഇൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ സെൽ വാൾ ഏതിലാണെന്ന് കണ്ടുപിടിക്കുക. ഓപ്ഷൻസ് എ പ്ലാന്റ് സെൽസ് ഓൺലി, ബി ആനിമൽ സെൽസ് ഓൺലി, സി ബോത്ത് എ ആൻഡ് ബി, ഡി നൺ ഓഫ് ദം. ആൻസർ ഓപ്ഷൻ എ പ്ലാന്റ് സെൽ ഓൺലി. സസ്യകോശത്തിൽ മാത്രമേ സെൽ വാളിനെ കാണാൻ കഴിയുകയുള്ളൂ. 27ാമത്തെ ക്വസ്റ്റ്യൻ, ദ എംപ്റ്റി ബ്ലാങ്ക് ലുക്കിംഗ് സ്ട്രക്ചേഴ്സ് ഇൻ ദി സൈറ്റോപ്ലാസം ഈസ്. കോശദ്രവ്യത്തിലുള്ള ഒഴിഞ്ഞു കിടക്കുന്ന രൂപങ്ങൾ ഏതാണ്? ഓപ്ഷൻസ് എ വാക്യൂൾ, ബി പ്ലാസ്റ്റിഡ്സ്, സി പ്ലാസ്മ മെംബ്രെയിൻ, ഡി ന്യൂക്ലിയസ്. ആൻസർ ഓപ്ഷൻ എ വാക്യൂൾസ്. വാക്യൂൾസ് ആണ് കോശദ്രവ്യത്തിലുള്ള ഒഴിഞ്ഞു കിടക്കുന്ന രൂപങ്ങൾ. 28ാമത്തെ ക്വസ്റ്റ്യൻ, ദ അതർ നെയിം ഓഫ് സെൽ മെംബ്രെയിൻ ഈസ്. കോശസ്തരത്തിൻ്റെ മറ്റൊരു പേര് എന്ത്? ഓപ്ഷൻസ് എ പ്ലാസ്മ മെംബ്രെയിൻ, ബി സെൽ വാൾ, സി ന്യൂക്ലിയർ മെംബ്രെയിൻ, ഡി നൺ ഓഫ് ദിസ്. ആൻസർ ഓപ്ഷൻ എ പ്ലാസ്മ മെംബ്രെയിൻ. സെൽ മെംബ്രെയിനിൻ്റെ മറ്റൊരു പേര് പ്ലാസ്മ മെംബ്രെയിൻ ആണ്. 29ാമത്തെ ക്വസ്റ്റ്യൻ, ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓൾ ലിവിംഗ് ഓർഗാനിസം ഈസ്. ഓപ്ഷൻസ് എ സെൽ, ബി സെൽ വാൾ, സി സെൽ മെംബ്രെയിൻ, ഡി ക്ലോറോപ്ലാസ്റ്റ്. ആൻസർ ഓപ്ഷൻ എ സെൽ. 30ാമത്തെ ക്വസ്റ്റ്യൻ, ക്രോമസോംസ് ആർ ഫൗണ്ട് ഇൻ. ക്രോമസോംസ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ എവിടെയാണ് കാണപ്പെടുക? ഓപ്ഷൻസ് എ ന്യൂക്ലിയസ്, ബി ന്യൂക്ലിയോലസ്, സി ന്യൂക്ലിയോപ്ലാസ്റ്റ്, ഡി വാക്യൂൾ. ആൻസർ ഓപ്ഷൻ എ ന്യൂക്ലിയസ്. 31ാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ ഡിസ്കവേർഡ് സെൽ ഇൻ 1665. 1665 കോശത്തെ കണ്ടുപിടിച്ചത് ആരാണ്? ഓപ്ഷൻ എ റോബർട്ട് ഹുക്ക്, ബി റോബർട്ട് ക്രൂക്ക്, സി ഡേവിഡ് തോംസൺ, ഡി മാരി ഫ്രാങ്കോയിസ്. ആൻസർ ഓപ്ഷൻ എ റോബർട്ട് ഹുക്ക്. അതുപോലെ തന്നെ പ്ലാന്റ് സെല്ലിനെ കണ്ടുപിടിച്ചത് MJ ശ്ലീഡൻ ആണ്. 32ാമത്തെ ക്വസ്റ്റ്യൻ, നെയിം ആൻഡ് ഓർഗനലെ വിച്ച് സെർവ്സ് ആസ് എ പ്രൈമറി പാക്കേജിംഗ് ഏരിയ ഫോർ മോളിക്യൂൾസ് ദാറ്റ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂഔട്ട് ദ സെൽസ്. ഓപ്ഷൻസ് എ മൈറ്റോകോൺഡ്രിയ, ബി പ്ലാസ്റ്റിഡ്സ്, സി ഗോൾജി കോംപ്ലക്സ്, ഡി വാക്യൂൾ. ആൻസർ ഓപ്ഷൻ സി ഗോൾജി കോംപ്ലക്സ്. 33ാമത്തെ ക്വസ്റ്റ്യൻ, നെയിം ദ ഔട്ടർ മോസ്റ്റ് ബൗണ്ടറി ഓഫ് ദി സെൽ. കോശത്തിൻ്റെ ഏറ്റവും പുറത്തുള്ള ആവരണം ഏത്? ഓപ്ഷൻസ് എ പ്ലാസ്മ മെംബ്രെയിൻ, ബി സൈറ്റോപ്ലാസം, സി ന്യൂക്ലിയർ മെംബ്രെയിൻ, ഡി നൺ ഓഫ് ദി അബവ്. ആൻസർ ഓപ്ഷൻ എ പ്ലാസ്മ മെംബ്രെയിൻ. 34ാമത്തെ ക്വസ്റ്റ്യൻ, നെയിം ദ പ്രോസസ് ഇൻ വിച്ച് ദ ഇൻജെക്ഷൻ ഓഫ് മെറ്റീരിയൽ ബൈ ദ സെൽ ഈസ് ഡൺ ത്രൂ ദ പ്ലാസ്മ മെംബ്രെയിൻ. കോശങ്ങൾക്കിടയിലുള്ള പദാർത്ഥ സംവഹനം നടക്കുന്നത് ഏത് പ്രക്രിയയിലൂടെയാണ്? ഓപ്ഷൻസ് എ ഇജക്ഷൻ, ബി ഡിഫ്യൂഷൻ, സി ഓസ്മോസിസ്, ഡി എൻഡോസൈറ്റോസിസ്. ആൻസർ ഓപ്ഷൻ ഡി എൻഡോസൈറ്റോസിസ്. 35ാമത്തെ ക്വസ്റ്റ്യൻ, which among the following sentence is not correct about organelles? ഓർഗനൽസിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻസ് എ they are found in all eukaryote cells. Option B they are found in multicellular organisms. Option C they coordinate to produce the cell. Option D they are small sized and mostly internal. Answer option B they are found in multicellular organisms. 36ാമത്തെ ക്വസ്റ്റ്യൻ, നെയിം ദ പ്രോസസ് ഇൻ വിച്ച് ദ പാസേജ് ഓഫ്
water goes from a region of higher concentration to a region of lower concentration through a semi-permeable membrane. അർദ്ധധാര സ്ഥലത്തിലൂടെ ഗാഢത കൂടിയ സ്ഥലത്തു നിന്ന് ഗാഢത കുറഞ്ഞ സ്ഥലത്തേക്ക് വെള്ളം പോകുന്ന പ്രക്രിയക്ക് പറയുന്ന പേരെന്ത്? ആൻസർ ഓപ്ഷൻ ബി ഓസ്മോസിസ്. 37ാമത്തെ ക്വസ്റ്റ്യൻ. നെയിം ആൻ ഓർഗാനിസം ദാറ്റ് കണ്ടെയ്ൻസ് എ സിംഗിൾ ക്രോമസോം ആൻഡ് സെൽ ഡിവിഷൻ ഒക്കേഴ്സ് ത്രൂ ഫിഷൻ ഓർ ബഡ്ഡിംഗ്. കോശവിഭജനം ഫിഷനിലൂടെയോ ബഡ്ഡിങ്ങിലൂടെയോ നടക്കുന്ന ഏക ക്രോമസോമുള്ള ജീവി. ഓപ്ഷൻസ്: എ യൂകാരിയോട്സ്, ബി പ്രോകാരിയോട്സ്, സി ബാക്ടീരിയ, ഡി പ്രിമിറ്റീവ് ഓർഗാനിസം. ആൻസർ ഓപ്ഷൻ ബി പ്രോകാരിയോട്സ്. 38ാമത്തെ ക്വസ്റ്റ്യൻ. നെയിം ദ പ്രോസസ് ഇൻ വിച്ച് ദ മെംബ്രെയിൻ ഓഫ് എ വെസിൽ can fuse with the plasma membrane and extrude its contents to the surrounding medium. Options: A exocytosis, option B endocytosis, option C osmosis, option D diffusion. Answer option A exocytosis. 39ാമത്തെ ക്വസ്റ്റ്യൻ. ദ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസസ് പ്രസൻറ്റ് ഇൻസൈഡ് ദ സെൽ ഈസ് നോൺ ഹാസ്. കോശത്തിനകത്ത് ജെല്ല് പോലുള്ള പദാർത്ഥം ഏത്? ആൻസർ ഓപ്ഷൻ എ സൈറ്റോപ്ലാസം. 40ാമത്തെ ക്വസ്റ്റ്യൻ. ബ്ലൂ ഗ്രീൻ ആൽഗ ആർ. ഓപ്ഷൻസ്: എ പ്രോകാരിയോട്സ്, ബി യൂകാരിയോട്സ്, സി ബോത്ത് എ ആൻഡ് ബി, D neither A nor B. Answer option A prokaryotes. What is the name of the study about cell? കോശങ്ങളെ കുറിച്ചുള്ള പഠനത്തിന്റെ പേരെന്താണ്? ആൻസർ സൈറ്റോളജി. ഇനി സെക്കൻഡ് മെത്തേഡ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. അപ്പോൾ നമുക്ക് ആ മെത്തേഡിലേക്ക് കടക്കാം. ഒന്നാമത്തേത് സെൽസ് ആർ ദി ഡാഷ് യൂണിറ്റ് ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസംസ്. ആൻസർ ബേസിക്. രണ്ടാമത്തേത് ഡാഷ് സെൽസ് ആർ ബ്രാഞ്ച്ഡ്. ആൻസർ മസിൽ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അമീബ ഹാസ് ഡാഷ് ഷേപ്പ്. ആൻസർ ഇറഗുലർ. അമീബയ്ക്ക് ഒരു ഇറഗുലർ ആയിട്ടുള്ള ഷേപ്പാണുള്ളത്. നാലാമത്തേത് ദ ഡാഷ് സെൽ ട്രാൻസ്ഫേഴ്സ് ദ മെസ്സേജ്. ആൻസർ നെർവ്. അഞ്ചാമത്തേത് ഡാഷ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂസ്. ആൻസർ ഓർഗൻ. ആറാമത്തേത് പ്രോട്ടോപ്ലാസം ഈസ് ഡാഷ് ഇൻസൈഡ് ദി സെൽ. ആൻസർ വിസ്കസ് ഫ്ലൂയിഡ്. ഏഴാമത്തേത് യൂകാരിയോട്ട് സെൽസ് ഹാവ് എ വെൽ ഡെവലപ്ഡ് ഡാഷ്. ആൻസർ ന്യൂക്ലിയസ്. എട്ടാമത്തേത് ദ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസസ് ഫൗണ്ട് ബിറ്റ്വീൻ ദ ന്യൂക്ലിയസ് ആൻഡ് ദി സെൽ മെംബ്രെയിൻ ഈസ് ഡാഷ്. ആൻസർ സൈറ്റോപ്ലാസം. ഒൻപതാമത്തേത് ന്യൂക്ലിയസ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദി സൈറ്റോപ്ലാസം ബൈ ഡാഷ്. ആൻസർ ന്യൂക്ലിയർ മെംബ്രെയിൻ. പത്താമത്തേത് ആൻഡ് ഡാഷ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഓർഗാൻസ്. ആൻസർ ഓർഗൻ സിസ്റ്റം. 11ാമത്തേത് ഡാഷ് ആർ പ്രസൻറ്റ് ഇൻ പ്ലാന്റ് സെൽസ് ബട്ട് ഇൻ ആനിമൽ സെൽസ്. ആൻസർ പ്ലാസ്റ്റിഡ്സ്. 12ാമത്തേത് ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഫുഡ് ഇൻ പ്ലാന്റ്സ്. ആൻസർ ഫോട്ടോസിന്തസിസ്. 13ാമത്തെ ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് ആബ്സെന്റ് ഇൻ ആനിമൽ സെൽ. ആൻസർ സെൽ വാൾ. 14ാമത്തേത് ദ കിച്ചൺ ഓഫ് ദി പ്ലാന്റ് സെൽ ഈസ് ഡാഷ്. ആൻസർ
പ്ലാസ്റ്റിഡ്. 15ാമത്തേത് ഡാഷ് ഈസ് ദ പവർ ഹൗസ് ഓഫ് ദി സെൽ. ആൻസർ മൈറ്റോകോൺട്രിയ. ഇൻ ദ ബ്ലാങ്ക്സ് അവസാനിച്ചു. ഇനി അടുത്ത മെത്തേഡിലേക്ക് പോവുകയാണ്. ഇത് ലാസ്റ്റ് മെത്തേഡാണ്. ട്രൂ ഓർ ഫാൾസ്. സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണോ ശരിയാണോ എന്ന് പറയുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, സൈറ്റോപ്ലാസം ഈസ് നോട്ട് എ പാർട്ട് ഓഫ് സെൽ. സൈറ്റോപ്ലാസം കോശത്തിൻ്റെ ഒരു ഭാഗമല്ല. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, സെൽ വാൾ സറൗണ്ട്സ് ദി സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിനിൻ്റെ ചുറ്റുപാടിലുമാണ് സെൽ വാൾ ഉള്ളത്. സ്റ്റേറ്റ്മെൻറ്റ്, എ ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽ ഈസ് കാൾഡ് ടിഷ്യൂ. ഒരു കൂട്ടം കോശത്തെ പറയുന്ന പേരാണ് കലകൾ. സ്റ്റേറ്റ്മെൻറ്റ്, ടിഷ്യൂസ് കമ്പൈൻ ടു ഫോം ആൻ ഓർഗാനിസം. ടിഷ്യൂകൾ കൂടി ചേർന്നാണ് ഓർഗാനിസം ഉണ്ടാകുന്നത്. ഫിഫ്ത്ത് സ്റ്റേറ്റ്മെൻറ്റ്, സെൽ ആർ ഓഫ് ഡിഫറെൻറ്റ് സൈസ്. സിക്സ്ത് സ്റ്റേറ്റ്മെൻറ്റ്, ക്ലോറോപ്ലാസ്റ്റ് ആർ ബ്ലൂ ഇൻ കളർ. സെവൻത് സ്റ്റേറ്റ്മെൻറ്റ്, plastid occur in plant cells only. Eighth statement, chromosomes contain basic heredity units called genes. Ninth statement, nucleus is the control unit of cell. Tenth statement, the shape and size of cell is related to its function. 11th statement, organs make up tissues. 12th statement, the cytoplasm and nucleoplasm make up this protoplasm. 13th statement, the smallest unit of life is chloroplast. 14th statement, unicellular organisms have one celled body. 15th statement, the cell wall is living in nature. First statement തെറ്റാണ്. സൈറ്റോപ്ലാസം സെല്ലിൻ്റെ ഒരു പാർട്ടാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഫിഫ്ത്ത് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സിക്സ്ത് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ടിഷ്യൂസ് കമ്പൈൻ ചെയ്ത് ഓർഗാനിസം അല്ല ഉണ്ടാകുന്നത്, ഓർഗൻ ആണ് ഉണ്ടാവുക. ഫിഫ്ത്ത് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സിക്സ്ത് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം ക്ലോറോപ്ലാസ്റ്റ് ബ്ലൂ കളറിലല്ല ഉണ്ടാവുക, ഗ്രീൻ കളറിലാണ് ഉണ്ടാവുക. സെവൻത്ത് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. എയ്ത്ത് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. നയൻത്ത് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. 10th സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. 11th സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം ഓർഗൻസ് മേക്കപ്പ് ടിഷ്യൂസ് എന്നല്ല വേണ്ടത്, ടിഷ്യൂസ് മേക്കപ്പ് ഓർഗൻസ് എന്നാണ് വേണ്ടത്. 12th സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. 13th സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. 14th സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. 15th സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.